ഹലോ ഹലോ, നമുക്കൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബാംഗ്ലൂര് കഴിഞ്ഞ മാസം വരെ ഏതാണ്ട് നല്ല തണുപ്പ് തന്നെയായിരുന്നേ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ മട്ടൺ സൂപ്പ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ബാംഗ്ലൂരിലെ തണുത്ത ക്ലൈമറ്റിൽ കൂടെ കൂടി റൈറ്റാണ് ഈ മട്ടൺ സൂപ്പ്. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്ത് വിരിച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇതിലോട്ട് തന്നെ കടന്നോളും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് മെസ്സിയാവും. സൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഓർത്തത് എൻ്റെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ച് വെച്ച സ്റ്റോക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ ഇതും കൂടി അങ്ങ് നടക്കട്ടെ എന്ന് കരുതി. ഈ ഒരു ട്രിക്ക് എനിക്ക് പറഞ്ഞത് നമ്മളെ ഹോട്ടലിലെ ഷെഫാണ് കേട്ടോ. അതായത് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ചെടുക്കുക. അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പൊളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ട്രിക്ക് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്തായിട്ട് ഇതൊക്കെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇവളൊരു മട്ടനും കൊണ്ട് വന്നിട്ട് എവിടെ പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വെയിറ്റ് ഇത് ഇപ്പം ശരിയാക്കി. അങ്ങനെ മട്ടനിലോട്ട് ഉള്ളി, ഏലക്ക, പട്ട, കറാമ്പ്, ബേ ലീഫ്, പെരിഞ്ചീരകം, നല്ല ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, മല്ലി, കുരുമുളക് പൊടി, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഇതൊക്കെ ചേർത്തിട്ട് ഞാനത് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, ഇതെന്താ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. ലിസ്റ്റ് കുറച്ച് അധികം ആയാലും സാരമില്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ല കേട്ടോ ഈ ഒരു സൂപ്പ്. നന്നായിട്ട് വെന്ത മട്ടൺ സൂപ്പിലോട്ട് കുറച്ചുകൂടെ പെപ്പർ പൗഡറും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് താളിപ്പിന് വേണ്ടിയിട്ട് നെയ്യിൽ നന്നായിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ മട്ടൺ സൂപ്പിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി മട്ടൺ സൂപ്പാണ്. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.